NCHൻ്റെ ആദ്യത്തെ വർക്കാണ്. അപ്പോൾ ഈ വർക്ക് കാണുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ അൺബോക്സ് ആദ്യം പോയി കണ്ടിട്ട് വരിക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ വർക്കാണ്. അപ്പോൾ NCHൻ്റെ ചെറിയ ചെയിൻ സോയാണ് നമ്മളിന്ന് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അൺബോക്സ് ചെയ്തത്. അപ്പോൾ ഇനി ഇതിനെ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാണ്. യെസ്, ആദ്യം നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത് ഒരു ക്യാനാണ്. നമ്മളെ പെട്രോളും ഓയിലൊക്കെ വയ്ക്കാനുള്ള ക്യാനാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ നമ്മളെ ചെയിൻ്റെ ബാറാണ്, NCH എന്ന് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ടൂൾ ബോക്സ്. ഓക്കെ, ഇതറിയാലേ, മറ്റേ ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ അവിടെ നമ്മളെ എന്തോ കട്ടർ മരമായിട്ട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റം. പിന്നെ കുറച്ച് ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇത് ഞാൻ എക്സ്ട്രാ ഒരു ചെയിൻ കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണിത്. പിന്നെ ഇത് ചെയിൻസ് അവിടെ കൂടെ വരുന്ന ചെയിനാണ്. അപ്പോ പിന്നെ ഓയിൽ ഒഴിക്കാനുള്ള സെറ്റപ്പ്, നമ്മുടെ മറ്റേ ബ്രേക്കിംഗ് സിസ്റ്റം, പിന്നെ യൂസർ മാനുവൽ. യൂസ് ഉള്ളവർക്ക് ഉപയോഗിക്കാം, യൂസ് ഇല്ലാത്തവർക്ക് കളയാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റി ഏകദേശമൊക്കെ അറിയാന്നുള്ളതുകൊണ്ട് ഇതിന്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ബോക്സ് ഒക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെയിൻ സോവിനെ പുറത്തെടുക്കുകയാണ്. ഇപ്പൊ ചെറിയ സെറ്റ് ടൈപ്പാണ് സംഭവം. കിടിലമാണ്, കണ്ടല്ലോ, കയ്യിലേക്ക് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കിടില ഐറ്റം. അപ്പോൾ ഇനി നമുക്കിത് നേരെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ക്യാമറ നേരെ ഇങ്ങോട്ട് പോരട്ടെ. അപ്പോൾ ഈ മെഷീൻ നമ്മൾ പെട്ടെന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഓക്കെ, ബെൽ സ്വിച്ച് ആണ്. പിന്നെ എന്താ, ഇത് എയർ ഫിൽട്ടർ, അതിൻ്റെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഓയിൽ ഒഴിക്കുന്ന സ്ഥലവും പെട്രോൾ ഒഴിക്കുന്ന സ്ഥലമാണ്. അത് പ്രത്യേകിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടെ പെട്രോള്, ഇവിടെ ഓയിൽ. ഓക്കെ, പിന്നെ ഈ സംഭവം ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇളക്കിക്കളയാം. ഇതുപോലത്തെ മെഷീൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം. നേരെ നമുക്ക് ഇതിന്റെ ബാർ സെറ്റ് ചെയ്യാം. ആക്ച്വലി ബാറൊക്കെ ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ബാർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് ഈ മുള്ളു പോലത്തെ സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് ഈ മെഷീൻ പോയിട്ട് മരത്തിലൊന്നും ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സാധനമാണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, കറക്റ്റ് ഇത് ഇങ്ങനെ വെക്കുമ്പോഴാണ് കറക്റ്റ് ആവുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് ടൈറ്റ് ചെയ്യാം, സെറ്റ് ആക്കുക. അപ്പൊ നമ്മുടെ സ്റ്റോപ്പർ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ 12 ഇഞ്ചിന്റെ ബാർ ആണ് അടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നേരെ എടുക്കുക, ബാർ ഇതിലോട്ട് അങ്ങോട്ട് വെക്കുക കേട്ടോ. വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയ ചെയിൻ, ഇതാണ് ആ ചെയിൻ നമ്മൾ കൂടെ കിട്ടിയത്. അപ്പൊ ഈ ചെയിനെ നേരെ ഓപ്പൺ ചെയ്യുക, എടുക്കുക. ചെയിൻ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്നറിയില്ല, ഇതിന്റെ കൂടെ ഉള്ളതായതുകൊണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ചെയിൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചെയിൻ. അപ്പോൾ ചെയിന്റെ മൂർച്ചയുള്ള ഭാഗം എപ്പോഴും മുന്നോട്ട് നിൽക്കണം, ആ രീതിയിൽ വേണം ഇടാൻ. അപ്പൊ നമ്മുടെ ചെയിൻ്റെ ഈ മൂർച്ചയുള്ള ഭാഗം എപ്പോഴും മുന്നോട്ട് വരാൻ കണക്കിന് നമ്മൾ നേരെ ഇതിനകത്തൂടെ കയറ്റി ഇതിലോട്ട് ഇടുകയാണ്. അപ്പം നമ്മുടെ ചെയിൻ നേരെ ഇതിലോട്ട് കയറ്റി അങ്ങോട്ട് ഇടുക. ഇപ്പൊ ചെയിൻ നല്ല ലൂസാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, കുറച്ച് ടൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റം ബാക്കിയെല്ലാം കൂടെ ഒന്ന് ആയിട്ടുള്ളത്. ഈ സംഭവം ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ സാധനം. അപ്പോൾ ഇത് ഇവിടത്തെ ഈ മെഷീന്റെ ഈ ഹോളിൽ അഡ്ജസ്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഓക്കെ, വെച്ച് നോക്കാം. അഡ്ജസ്റ്റ് ആവുന്നില്ല. അപ്പൊ അഡ്ജസ്റ്റ് ആവാത്തതുകൊണ്ട് ഇവിടെ പിടിച്ചിട്ട് ലൂസ് ആക്കണം. നമ്മൾ കറക്കുന്നതനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആവും. കണ്ടാ, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നമ്മൾ കറക്കുന്നതനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ആവും. ഇത് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നേരെ നമ്മൾ ഇതിലോട്ട് സെറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ നേരെ ക്യാപ്പ് അടയ്ക്കുകയാണ്. അടച്ചു കഴിഞ്ഞതിന് ശേഷം 2 ബോൾട്ടും അഡ്ജസ്റ്റ് ചെയ്തിടുക.
കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളെ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യാം. അപ്പൊ ചെയിൻ ടൈറ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ചെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആയി ടൈറ്റ് ആവുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു മീഡിയം ടൈറ്റിൽ ഇട്ട്. അപ്പോൾ NCHന്റെ 12 ഇഞ്ച് ബാറിൽ നമ്മൾ നേരെ വേണ്ട ചെയിൻ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ലൂസ് ഇട്ടിട്ടുണ്ട്, ഓടാനുള്ള ലൂസ്. അത് കഴിഞ്ഞാൽ ബോൾട്ട് ടൈറ്റ് ചെയ്തു. അതേപോലെ തന്നെ ബോൾട്ട് ടൈറ്റ് ചെയ്തതിന് മുമ്പ് തന്നെ ചെയിൻ ഇവിടെ നിന്നാണ് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ഒഴിക്കുന്ന ചടങ്ങിലേക്ക് നടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പെട്രോൾ ഒഴിക്കാം. പെട്രോൾ ഒഴിച്ചിട്ട് ഓയിൽ ഒഴിക്കാം. ഓക്കെ. അപ്പോൾ പെട്രോൾ ചിഹ്നം കാണിക്കുന്ന ഇവിടെ ആയിട്ട് നമുക്ക് നേരെ പെട്രോൾ ഒഴിക്കാം. ഇത് 2 സ്റ്റോക്ക് ആയതുകൊണ്ട് നമ്മൾ പെട്രോളും അതുപോലെ തന്നെ ഓയിലും കൂടെ മിക്സ് ചെയ്തതാണ് ഒഴിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഒഴിക്കാം. നെക്സ്റ്റ് നമുക്ക് നേരെ ഓയിൽ ഒഴിക്കാം. ഓയിലും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ NCHന്റെ ചെയിൻസോ സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം. ആദ്യം നമുക്ക് ഒന്ന് പെട്രോൾ പമ്പ് ചെയ്ത് കൊടുക്കാം. നേരെ എടുക്കുന്നു. അപ്പോ NCHന്റെ നമ്മുടെ ചെയിൻസോ വന്നിട്ട് മിനി ചെയിൻസോ വന്നിട്ട് നമ്മൾ എന്താ പറയാ അൺബോക്സ് ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വന്നിട്ട് ഇതാ ഇവിടെ വരുന്നതാണ് സ്റ്റാർട്ടർ. അത് കഴിഞ്ഞാൽ ഇത് ബ്രേക്കിംഗ് സിസ്റ്റം. പിന്നെ ഇതൊരു 12 ഇഞ്ചിന്റെ ബാറാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയിൻ ഇട്ടിട്ടുണ്ട്. ഈ ആരോ പോലെ ഇരിക്കുന്നത് ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മുറിയുന്നത്. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ്, എല്ലാവർക്കും അറിയുന്നവരായിരിക്കും, ഇത് കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മളെ വീഡിയോ കാണാൻ വന്നിട്ടുള്ളത്. പിന്നെ ഇത് ബ്രേക്കിംഗ് സിസ്റ്റം. പിന്നെ ഇതൊരു ബെൽറ്റ് ടൈപ്പ് സ്വിച്ച് ആണ്. ഇതറിയാലോ, നമ്മുടെ ചോക്കാണ്. നമ്മൾ ഇത് പിടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ആയി കിട്ടും. പിന്നെ നമ്മളെ പെട്രോൾ എന്താ പറയാ പമ്പ് പെട്ടെന്ന് പ്രസ് ചെയ്ത് കയറ്റിയിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ എന്താ പറയാ ഇതിന് മേളിൽ വരുന്നത് പെട്രോളാണ്, താഴെ വരുന്നത് ഓയിലാണ്. ഇതിൽ ഏകദേശം 6 ലിറ്ററോളം കൊള്ളുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നല്ല മൈലേജ് ഉള്ള ഐറ്റം ആണെന്ന് പറയുന്നത്. പിന്നെ ഏകദേശം ബിൽഡ് ക്വാളിറ്റിയും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടിയത് കുറച്ച് രാത്രി എത്തി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കൊറിയർ സർവീസിൽ പോയി എടുത്തിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അഗ്രോ പവർ ടൂൾസ് എന്ന് പറഞ്ഞ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കട്ട് ചെയ്യുന്നതിനെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറയാം. അപ്പം ഇത് മരത്തിന്റെ മേളിൽ നിന്ന് കട്ട് ചെയ്യാൻ ഒരുപാട് ടൈം നിന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെഷീൻ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിന്റെ റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഇതിന്റെ റിവ്യൂ പറയാം. അപ്പോൾ നേരെ നമുക്ക് കട്ട് ചെയ്യുന്ന വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പിന്നെ ഒരു കാര്യം കേട്ടോ, പെട്രോളൊക്കെ ഉപയോഗിച്ചപ്പം കുറച്ച് വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 3-4 കിലോയ്ക്ക് മേലെ വരും തോന്നുന്നു. 5 കിലോ ഒഴിപ്പിച്ചൊരു വഴി കേട്ടോ. എന്നാലും കയ്യിലൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്ത് പിടിച്ചു വരാൻ കുറച്ചൊക്കെ ടൈം എടുക്കുമായിരിക്കും. അപ്പോൾ പിന്നെ രാത്രി ആയതുകൊണ്ട് നമുക്ക് നാളെ തന്നെ ഇതിനെ കട്ട് ചെയ്യുന്ന വീഡിയോ എടുത്ത് കളയാം. അപ്പോൾ NCHന്റെ എന്താ പറയുക നമ്മുടെ ചെയിൻസോയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ പുതിയതാണെന്ന് തോന്നുന്നു. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നേരം റണ്ണിങ്ങിനൊക്കെ നിൽക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അഗ്രോ പവർ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട്, അവരെ നിന്ന് മേടിച്ചാണ്. ഏകദേശം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 6800 രൂപയാണ്. എനിക്ക് ഡെലിവറി ചാർജ് ഉൾപ്പെടെ 250 ഡെലിവറി ചാർജ്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ചെയിൻ കൂടെ മേടിച്ച് 7430 രൂപയോ 40 രൂപയോ അങ്ങാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കാം. അപ്പോൾ ഇതിൻ്റെ വില മാത്രമാണെങ്കിൽ 6800 എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.